നമസ്കാരം. ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. മഞ്ചേരി പയ്യനാട് തടപ്പറമ്പ് കുടിവെള്ള പദ്ധതി പൂർത്തീകരണത്തിൽ കാലതാമസം വരുത്തിയ കരാറുകാരന് 2 കോടി രൂപ പിഴ ചുമത്തി വാട്ടർ അതോറിറ്റി. 5 വർഷം മുമ്പ് തുടങ്ങിയ പ്രവൃത്തി പൂർത്തിയാകുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായതായി വാട്ടർ അതോറിറ്റി കണ്ടെത്തി. അനർഹരായ 38 പേർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയെന്ന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെ കടുത്ത നടപടിയിലേക്ക് കോട്ടയ്ക്കൽ നഗരസഭ. തിങ്കളാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് ക്ഷേമ പെൻഷൻ ക്രമക്കേടിന് നടപടി സ്വീകരിച്ചത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മൂർക്കനാട് സ്കൂൾ കടവ് നടപ്പാലത്തിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ പ്രളയത്തിൽ തകർന്ന പാലത്തിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. സ്ലൈഡിംഗ് ഗേറ്റ് ദേഹത്ത് വീണ് പിഞ്ചുകുഞ്ഞു മരിക്കാനിടയായതിനു കാരണം ഗേറ്റിന്റെ നിർമ്മാണ തകരാറാണെന്ന് പരാതി. 18 അടിയോളം നീളമുള്ളതാണ് ഗേറ്റ്. മറിഞ്ഞു വീഴാതിരിക്കാൻ ആവശ്യമായ സ്റ്റോപ്പർ സംവിധാനം ഗേറ്റിൽ സ്ഥാപിച്ചിരുന്നില്ല. നിലമ്പൂർ മണലോടിയിലെ വാടക ക്വാർട്ടേഴ്സിൽ 19 വൈകിട്ട് 5 അപകടമുണ്ടായത്. അപ്രോച്ച് റോഡ് നിർമ്മാണത്തെ തുടർന്ന് ചമ്രവട്ടം പാലത്തിലും പൊന്നാനി തവനൂർ റോഡിലും വൻ ഗതാഗത കുരുക്ക്. പാലത്തിൽ മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത്. നരിപ്പറമ്പ് ഭാഗത്തെ അപ്രോച്ച് റോഡിലാണ് നിർമ്മാണം നടക്കുന്നത്. എടക്കര പാലങ്കരയിൽ പുഴയ്ക്ക് നടുവിലെ കാട്ടിൽ തമ്പടിച്ച കാട്ടാന നാട്ടുകാർക്ക് ഭീതിയാകുന്നു. പാലങ്കര പാലത്തിനു സമീപം കരിമ്പുഴയിലാണ് കൊമ്പൻ തമ്പടിച്ചത്. കല്ലന്തോട് മുതൽ അത്തിക്കാപ്പ് വരെ 700 മീറ്ററോളം ദൂരത്തിൽ പുഴയുടെ നടുവിൽ വലിയ മരങ്ങൾ വളർന്ന് കാടായിരിക്കുകയാണ്. 2 മാസത്തോളമായി കൊമ്പൻ ഇവിടെയാണ് തങ്ങുന്നത്. കൊണ്ടോട്ടിയിൽ നവവധുവിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് കണ്ണൂർ വിമാനത്താവളത്തിൽ പിടിയിൽ. മൊറയൂർ വടക്കേ പൂന്തല അബ്ദുൾ വാഹിദാണ് പിടിയിലായത്. ആത്മഹത്യാ പ്രേരണ, ഭാര്യയെ മാനസികമായി പീഡിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് അബ്ദുൾ വാഹിദിനെതിരെ പോലീസ് ചുമത്തിയത്. ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.